മായം 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 സർവ്വയിടത്തും മായമാണ് അല്ലേ. ഇപ്പോൾ ഷോപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും അധികം മായം കലർന്ന ഒന്നാണ് വെളിച്ചെണ്ണ. ഒരു വിപണിയിലെ ഏറ്റവും അധികം വില കൂടിയതും എന്നാൽ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞതുമായ എണ്ണയാണ് നമ്മൾക്കിന്ന് മാർക്കറ്റിൽ ലഭിക്കുന്നത്. അതായത് ഒരുപാട് കെമിക്കൽസ് അല്ല ക്രൂഡ് ഓയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന വെളിച്ചെണ്ണ എന്ന് പോലും പേരിന് പോലും പറയാനില്ലാത്ത എണ്ണകളാണ് നമ്മളുടെ വിപണിയിൽ നിന്ന് ലഭിക്കുന്നത്. കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന മായം കലർന്ന എണ്ണയാണിത്. അതാണ് നമ്മൾ മാർക്കറ്റിൽ എങ്ങും ഇത്രയും വില കൊടുത്ത് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ന്യൂസുകൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം യൂട്യൂബ് ചാനലുകളിലൂടെ ആണെന്നുണ്ടെങ്കിലും വാർത്താ ചാനലുകളിലൂടെ ആണെന്നുണ്ടെങ്കിലും ദിനം പ്രതി നമ്മൾ മായം കലർന്ന എണ്ണ പിടിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വളരെ മോശമായ എണ്ണയാണ്, ശുദ്ധമായ ഓയിൽ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് നമ്മളുടെ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇതുപോലെ വിപണിയിൽ കിട്ടുന്ന എണ്ണകളാണ്. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഇതുകൊണ്ട് എന്തെല്ലാം ദോഷങ്ങളാണ് നമ്മുടെ ശരീരത്തിനുണ്ടാവുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമുക്ക് തന്നെ വളരെ ഈസി ആയിട്ടും വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ശുദ്ധമായ വെർജിൻ കോക്കനട്ട് ഓയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളുടെ ഹെൽത്തിന് ഏറ്റവും നല്ല വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഒന്ന് കൊപ്ര ആട്ടിയെടുത്ത എണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ. രണ്ടാമതെന്ന് പറയുന്നത് ഇതുപോലെ വെർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും. അതിൽ കൊപ്ര ആട്ടിയ എണ്ണയിൽ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ കുറേയൊക്കെ നഷ്ടപ്പെടും. അതിനകത്ത് നമുക്ക് ഗുണഗണങ്ങളൊക്കെ കുറേ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ നമ്മളുടെ ഈ ഉരുക്ക് വെളിച്ചെണ്ണയിൽ എല്ലാ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ, ബോഡിയിൽ ആവശ്യമായ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ളതാണ്. അകത്തും പുറത്തും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാം. നമ്മളുടെ ചർമ്മത്തിലൊക്കെ ചുളിവുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാനായിട്ടും അതുപോലെ തന്നെ തലമുടി ഒന്നിനൊന്ന് മെച്ചപ്പെടുന്ന രീതിയിൽ തഴച്ചു വളരാനായിട്ടും ഇത് സഹായിക്കും. ഇത് മുലപ്പാലിലടങ്ങിയിട്ടുള്ള ഒരു മീഡിയം ചെയിൻ ഫാറ്റി ആസിഡുകളും അതുപോലെ തന്നെ മോണോഗ്ലിസറൈഡുകളും ഉരുക്കു വെളിച്ചെണ്ണയിലുണ്ട്. ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ നശിപ്പിക്കാൻ കഴിവുള്ള ലോറിക് ആസിഡ് മുലപ്പാൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഉള്ളത് ഉരുക്ക് വെളിച്ചെണ്ണയിലാണ്. ഉരുക്കു വെളിച്ചെണ്ണ മുതിർന്നവരിലെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ഉപയോഗം ത്വരിതപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ തന്നെ പ്രമേഹമുള്ളവർക്ക് ഏറ്റവും നല്ല ഒന്നാണിത്. പ്രമേഹം നിയന്ത്രിക്കുന്നതിനുള്ള ഉപാധിയാണ്. അതുപോലെ തന്നെ ഹൃദ്രോഗബാധയ്ക്ക് കാരണമാകുന്ന ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനായിട്ടും ഹൃദയത്തെ സംരക്ഷിക്കുന്ന നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കാനും ഉരുക്കു വെളിച്ചെണ്ണ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇത് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്കെതിരെ പ്രതിരോധശേഷി നേടിത്തരികയും ചെയ്യുന്നു. ശുദ്ധമായ തേങ്ങാപ്പാലിൽ നിന്ന് യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ നിർമ്മിക്കുന്നതാണ് ഉരുക്കു വെളിച്ചെണ്ണ. ഇത് രോഗികൾക്ക് പോലും ആഹാരത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. വരണ്ട ചർമ്മമുള്ളവർക്ക് ആഴ്ചയിൽ കുറഞ്ഞത് 2 ദിവസമെങ്കിലും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് പട്ടുപോലെ മൃദുത്വം ഉണ്ടാവാനായിട്ട് ഈ ഉരുക്കു വെളിച്ചെണ്ണ സഹായിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റു ഗുണഗണങ്ങളോട് അറിയാം. വെന്ത ഈ വെളിച്ചെണ്ണ ശരീര വളർച്ചയ്ക്കും പോഷണത്തിനും സഹായകരമാണ്. അതുപോലെ തന്നെ ഇത് ശരീരകോശങ്ങളെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നു. അതുപോലെ രക്തചംക്രമണത്തെ സുഗമമാക്കാനും ഇത് സഹായകമാണ്. ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. സന്ധികളിൽ എണ്ണമയം കൂട്ടി അതിൻ്റെ ചലനം സുഗമമാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലിന് തേയ്മാനവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അതിനെയൊക്കെ തടയാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഇത് കഴിക്കുന്നത് കുടലിനും ആമാശയത്തിലും ഉണ്ടാകുന്ന പുണ്ണുകളും വ്രണങ്ങളും ഒക്കെ പൂർണ്ണമായും ഭേദമാക്കി ഇല്ലാതാക്കാനായിട്ട് ഇത് സഹായിക്കും. അതോടൊപ്പം തന്നെ കരളിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കാനായിട്ടും ഉരുക്കു വെളിച്ചെണ്ണ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിന് ഇത് തണുപ്പ് നൽകാനായിട്ട് സഹായിക്കും. അപ്പോൾ ചൂടുകാലത്തുള്ള ശാരീരിക രോഗങ്ങൾ, അസ്വസ്ഥതകളൊക്കെ പ്രതിരോധിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മഞ്ഞുകാലത്ത് ശരീരം കീറത്തില്ലേ, നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഈ ഒരു ഓയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഡ്രൈനെസ് ഒക്കെ മാറി സോഫ്റ്റ് ആവാനായിട്ട് സഹായിക്കും. നമ്മളുടെ സ്കിന്നിന് നല്ല മാർദ്ദവും അതുപോലെ തന്നെ തിളക്കവും ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കും. അതുപോലെ ചൊറി, ചിരങ്ങ് എന്നിവയിൽ നിന്നൊക്കെ വിമുക്തി നൽകാനായിട്ടും ഇത് സഹായിക്കും. അതുപോലെ സോറിയാസിസ് സ്കിൻ ഡിസീസ് അല്ലേ, അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും ശമിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിൻ്റെ പോഷണത്തിനും വളർച്ചയ്ക്കും ഇത് കഴിക്കുന്നത് അത്യുത്തമമാണ്. ഇതുപോലെ തന്നെ ഇത് കവൾ കൊള്ളുന്നത് വായുപുണ്ണിനും അതുപോലെ തന്നെ പല്ലുകളുടെ ബലത്തിനും വളരെ നല്ലതാണ്. എല്ലുകളെ ബലപ്പെടുത്തുന്നു. ഒടിഞ്ഞ എല്ലുകളെ വേഗത്തിൽ കൂട്ടിച്ചേർക്കാനായിട്ടും ഈ ഓയിൽ
സഹായിക്കുന്നു. പ്രമേഹ രോഗികളാണോ നിങ്ങൾ? ഇത് നിത്യവും രാവിലെ ഓരോ സ്പൂൺ വീതം കഴിച്ചോളൂ. രോഗശമനത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഞരമ്പ് സംബന്ധമായ തലവേദനകളിൽ മൂക്കിൽ ഇത് നസ്യം ചെയ്യുന്നത് ഇങ്ങനത്തെ തലവേദനകൾ മാറാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ കണ്ണിൽ നമുക്ക് ഓരോ ഡ്രോപ്സ് വെച്ച് ഉറ്റിക്കാം. അത് കണ്ണിലെ മാംസപേശികളെ ബലപ്പെടുത്താനായിട്ടും ഞരമ്പുകളെ ശക്തിപ്പെടുത്താനായിട്ടും കണ്ണിൻ്റെ ചലനത്തെ എളുപ്പമാക്കാനായിട്ടും സഹായിക്കും. അതായത് കാഴ്ചശക്തി കൂട്ടാനായിട്ടും ഇത് സഹായിക്കുന്നു. ഇത് മുഖത്തും കയ്യിലും ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ യഥാർത്ഥ ചർമ്മകാന്തി എന്താണെന്ന് വ്യക്തമാവും. നമ്മളിപ്പോൾ കാറ്റും മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ട് നമ്മുടെ ചർമ്മകാന്തിയൊക്കെ നഷ്ടപ്പെട്ട് ഡ്രൈനെസ് ഒക്കെ ബാധിച്ച് യാതൊരു ഭംഗിയില്ലാണ്ടിരിക്കുന്ന സ്കിന്നാവട്ടെ നമ്മളുടെ ഈ എണ്ണയുടെ അതായത് വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ സ്ഥിരമായ ഉപയോഗം കൊണ്ട് നമ്മളുടെ യഥാർത്ഥ ചർമ്മകാന്തി വ്യക്തമാകാനായിട്ട് സഹായിക്കും. കുഞ്ഞുങ്ങൾക്ക് ചർമ്മകാന്തി കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡ്രൈനെസ് ഉണ്ടെങ്കിലോ അവരുടെ ദേഹം മുഴുവൻ ഇത് പുരട്ടി തടവുന്നതിലൂടെ തൊലിപ്പുറത്തുള്ള രോഗങ്ങളെ അകറ്റാനായിട്ടും സ്കിന്ന് നല്ല ബ്യൂട്ടിഫുൾ ആവാനായിട്ടും സഹായിക്കും. അതുപോലെ തന്നെ പ്രസവശേഷം ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്സ് ഇല്ലേ സ്ത്രീകൾക്കുള്ളത്, വേറൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അല്പം ചൂടാക്കിയിട്ട് നമ്മുടെ വയറ്റിലൊക്കെ തടവി നോക്കിക്കുകയും നന്നായിട്ട് സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യുന്നതായിട്ട് കാണാം. വേറെ ഒന്നും ഇതിനോട് ഉപയോഗിക്കണമെന്നില്ല. അപ്പോൾ ഞാൻ ഇൻ കേസ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങുന്നത് കോക്കോ ഡ്രോപ്സിൽ നിന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ സുഹൃത്താണ്. അതുപോലെ തന്നെ ആ ഒരു വഴിയാണ് ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞത്. നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഞാൻ ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതോടൊപ്പം തന്നെ അവരുടെ പ്രോസസ്സിങ് രീതിയൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ എടുക്കുന്ന 4 തേങ്ങയാണ്. ഇപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഒരുപാട് ഉണ്ടാക്കി വെക്കണമെന്നില്ല, കുറേശ്ശെ കുറേശ്ശെ ഉണ്ടാക്കി എടുത്താൽ മതി. 4 നാളികേരം എടുക്കുക. അതിന് ശേഷം ഇത് പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ഇതുപോലെ തന്നെ തേങ്ങ ചിരവി അതിൻ്റെ സെപ്പറേറ്റ് ഇത് മാറ്റുക. അതിന് ശേഷം ഈ തേങ്ങ ചിരവിയത് നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞെടുക്കുക. അതായത് നമ്മളുടെ ബാക്കിയുള്ള പിശട് എന്നൊക്കെ പറയില്ലേ, അത് മാറ്റിയതിന് ശേഷം ബാക്കി നന്നായിട്ട് നമ്മൾ വെള്ളം ചേർത്ത് പിഴിഞ്ഞ് എടുക്കുക. ഈ രീതിയിലാണ് നമ്മളുടെ പഴയ അമ്മമാർ, അതായത് നമ്മുടെ പഴയ തലമുറയിലുള്ള നമ്മളുടെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണിത്. ഇന്നും അമ്മമാരൊക്കെ ചിലരും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഹെയറിലൊക്കെ ഉപയോഗിക്കാനായിട്ടും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും. അപ്പോൾ നമ്മൾ നന്നായിട്ട് പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു പാനിൽ അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ സമയം എടുക്കും കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു മെറൂൺ കളറിൽ വരും. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് പിശട് അതിൻ്റെ അകത്ത് അടിഞ്ഞു കൂടിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ബാക്കിൽ കാണിക്കുന്നത് നമ്മുടെ കോക്കോ ഡ്രോപ്സിൽ അവരുണ്ടാക്കുന്ന രീതിയാണ്. നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നോ ആ രീതി ഉപയോഗിച്ചിട്ടാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ശുദ്ധമായ തേങ്ങാപ്പാലിൽ നിന്ന് ഈ ഒരു പ്രോസസ്സ് ഞാനിപ്പോൾ കാണിച്ചില്ലേ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന രീതി, ആ ഒരു രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. നന്നായിട്ട് അടിയിൽ പിടിക്കാതെ അല്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണത്. ഏകദേശം പാകമായിട്ടുണ്ട്. പാകമായതിന് ശേഷം നമുക്കിത് ഒരു നല്ല വൃത്തിയുള്ള തുണി ഉപയോഗിച്ചിട്ടോ അരിപ്പ് ഉപയോഗിച്ചിട്ടോ തണുത്തതിന് ശേഷം അരിച്ച് നമുക്ക് എണ്ണ എടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എണ്ണകളെല്ലാം വളരെയധികം കെമിക്കലായിട്ടുള്ള ആഡ് ചെയ്തിട്ടുള്ള, അതായത് ഒറിജിനൽ അല്ലാത്ത എണ്ണയാണ്. അപ്പോൾ നമുക്ക് വിശ്വാസയോഗ്യമായ എണ്ണകൾ ഒന്നെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കി ശുദ്ധമായ ഉരുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ആട്ടിയ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആട്ടിയ വെളിച്ചെണ്ണയേക്കാളും ഒരുപാട് ഗുണങ്ങൾ നമ്മളുടെ വെന്ത വെളിച്ചെണ്ണയിലുണ്ട്. അപ്പോൾ ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന ഇൻ കേസ് നമുക്ക് വിദേശത്തൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പുറത്തായിരുന്ന സമയത്ത്, ദുബായ് ആയിരുന്ന സമയത്ത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കോക്കോ ഡ്രോപ്സിൻ്റെയാണ്. അപ്പോൾ ഈ ഓയിലെന്ന് വെച്ചാൽ നമുക്ക് കരാമയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഈസി ആയിട്ട് എത്തിച്ചൊക്കെ തരും. ഇല്ലെന്നുണ്ടെങ്കിൽ നാട്ടിൽ വരുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടും ഓയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിശ്വാസയോഗ്യമായ സ്ഥലത്തുനിന്ന് വാങ്ങിച്ചാൽ, ഞാനിപ്പോൾ ഇതിൻ്റെ നമ്മുടെ 100 ml 50 ml 200 ml പല രീതിയിൽ എത്ര നമുക്ക് ആവശ്യമുണ്ട് അതിനനുസരിച്ച് അവരുണ്ടാക്കി തരും. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വീടുകളിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ എന്താ പറയുക കെമിക്കലായിട്ടുള്ള എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ശുദ്ധമായ എണ്ണ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് തീർച്ചയായിട്ടും നോക്കണം.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമയെന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.